ചിത്ര വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ബോക്സിൽ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടും. ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നത് കേട്ടോ, പതിവ് പോലെ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇത് കണ്ടു, ഇതൊക്കെയാണ് ഇവൻ്റെ വിചാരം. കണ്ടു അവിടെ ആൾക്കാരുണ്ട്, അതായി കുരക്കുന്നത്. അവിടെ ആൾക്കാർ ഭൂമിയിൽ കൂടെ പോകുന്നുണ്ട്. ഒരാളെ വിടത്തില്ല കേട്ടോ. ഇതൊക്കെ തന്നെയാണ്. കണ്ടില്ലേ, രസങ്ങളൊക്കെ കണ്ടില്ലേ? രസകരമാണ് കേട്ടോ, നേരിൽ കാണുമ്പോൾ നല്ല രസം. അപ്പം ഞങ്ങളിത് ഇപ്പോൾ പൂജ ചെയ്യാൻ പോകുന്നത് അല്ല പൊന്നാ. ബാ, ഇപ്പോൾ അല്ല, ഇപ്പോൾ കയറി ഇരിക്കണ്ട പൂജാ റൂമിൽ. പിന്നെ വന്നേ, പാത്രങ്ങളൊക്കെ കഴുകണ്ടേ, പൂജാ പാത്രങ്ങളൊക്കെ കഴുകണ്ടേ. ഇത് കണ്ടോ ഫ്രണ്ട്സ്, ഉച്ചയ്ക്ക് കിടന്നതാണേ. ഡാഡിയിലൂടെ കിടന്നു. ഡാഡിക്ക് 4 പല്ലെടുത്തുകൊണ്ട് ഭയങ്കര വേദനയും കാര്യങ്ങളൊക്കെ. അപ്പോൾ സൂപ്പും ബ്രെഡൊക്കെ അങ്ങനെ ലിക്വിഡ് ഫുഡ് കഴിച്ചാൽ കിടക്കുന്നത് കേട്ടോ. അവൻ്റെ മോൻ കിടന്നതാണ്. എൻ്റെ ഇടയ്ക്കൊന്ന് വന്നു മൂത്രമൊക്കെ ഒഴിച്ചു. അപ്പോൾ ഞാൻ കാലൊക്കെ തുടപ്പിച്ചു. പിന്നെയും വന്നത് കിടക്കുന്നു. ഇവിടെ ഒരു 4:30 മണിയാകുമ്പോൾ ഇരുട്ടും കേട്ടോ. ഇനിയിപ്പോൾ തണുപ്പ് വന്നു തുടങ്ങിയല്ലോ. 4 മണിയാകുമ്പോഴേ ഒരു 6 മണിയുടെ പ്രതീതി, 5 മണിയാകുമ്പോഴേ ഒരു 7-7:30 മണിയുടെ പ്രതീതി. അങ്ങനെ ഇനിയും ഒരു 3:30 മണി കഴിഞ്ഞ് 4 മണിയാകുമ്പോൾ പിന്നെ ഇരുട്ടും കേട്ടോ. ഇങ്ങനെയാണ് ഇവിടുത്തെ ഇനി ഒരു 3-4 മാസം അങ്ങനെ 3 മാസം അങ്ങനെ തന്നെ ആയിരിക്കും. അത് കിടക്കുന്ന കിടപ്പായി കാണുന്നു കേട്ടോ. ഇത് കണ്ടോ, എണീക്കാതെ നിങ്ങളൊന്ന് എണീക്കണില്ലേ? അമ്മി ചെടിക്ക് വെള്ളം ഒഴിച്ചു, എന്തൊക്കെ ലൈറ്റിട്ടു, വിളക്കെത്തിച്ചു, കുളിച്ചു, വിളക്കെത്തിച്ചു, എന്തൊക്കെ ചെയ്തിട്ട് എണീക്കണില്ല. ഇവിടെ നേരത്തെ ഇരുട്ടെന്നുള്ളതുകൊണ്ട് നേരത്തെ കുളിച്ച് വിളക്കെത്തിക്കും കേട്ടോ എല്ലാവരും. 5 മണി 4:30-5 മണിക്ക് ഭയങ്കര ഇരുട്ടായിരിക്കും. ഭയങ്കര ഇരുട്ടെന്ന് പറഞ്ഞാൽ ഒരു 7 മണിയുടെ പ്രതീതിയാണ്. അപ്പോൾ തന്നെ ഞങ്ങൾ കുളിച്ച് വിളക്കെത്തിക്കും 5 മണിക്ക്. ഇവിടെ ഇരുട്ടാവുമ്പോഴേ സന്ധ്യയ്ക്ക് ലൈറ്റ് തെളിച്ച് വിളക്കെത്തിക്കും, സന്ധ്യാവിളക്ക്. ഈ കിടക്കുന്ന കേട്ടോ. പിന്നെ ഇങ്ങനെയൊക്കെയാണ് കിടപ്പൊക്കെ. നോക്കൂ എങ്ങനെയാന്ന്, കണ്ടില്ലേ? ഡാഡി എണീറ്റാൽ അവൻ എണീക്കും, ഡാഡി എണീറ്റില്ലെങ്കിൽ അവൻ എണീക്കില്ല. അല്ല, നമ്മൾ ഡാഡി എണീക്കാതെ നമ്മൾ എണീക്കൂലേ? ഇങ്ങനെ എന്നെ കിടക്കുമോ? ഡാഡി എണീറ്റാലേ നിങ്ങൾ എണീക്കോളോ? അല്ലാതെ ഈ കട്ടിലിൽ നിന്ന് എണീക്കൂല. എന്തുവാ ഈ കിടപ്പ് ഇങ്ങനെ? ഡാഡി എപ്പോൾ എണീക്കോ അപ്പം നമ്മൾ എണീക്കും. ഡാഡി എപ്പോൾ കിടക്കോ അപ്പം നമ്മൾ കിടക്കും. വന്ന് വെടി പൊട്ടിച്ചിട്ടും ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കി വർത്താനം പറഞ്ഞിട്ട് നമുക്കൊരു കുലുക്കവും ഇല്ല. ഒന്ന് പോവും മമ്മി, ഞാനൊന്ന് കിടക്കട്ടെ എന്നാണ്. ഒന്ന് പോവും മമ്മി, ഞാനൊന്ന് കിടക്കട്ടെ, മമ്മി എന്നെ ശല്യം ചെയ്യല്ലേ. ഇങ്ങനെയൊക്കെ ഒന്ന് കിടക്കട്ടെ. കാതിൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ ഇത്ര അധികം ഒച്ച എടുത്തിട്ട് അവൻ ഒരു മൈൻഡില്ല മമ്മിയെ. കിടക്കുന്ന കണ്ടില്ലേ? അയ്യോ, പിന്നെ നിങ്ങൾ എണീക്കുന്നില്ല? നിങ്ങളുടെ ഡാഡി എണീറ്റിരുന്നാലേ നിങ്ങൾ എണീക്കുള്ളൂ. ശരി, കിടന്നോ. എത്ര നേരം കിടക്കുന്നു ഞാനൊന്ന് നോക്കട്ടെ. എത്ര നേരം നീ കിടക്കുന്നു ഞാനൊന്ന് നോക്കട്ടെ. എത്ര നേരം നീ കിടക്കുന്നു ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ. ഞാനൊന്ന് നോക്കട്ടെ. ഇവിടെ പാടാ, ഇവിടെ വന്നേ. അവിടെ ആരുമില്ല. അവിടെ അയാൾ വിളിക്കുന്നുണ്ട്. അവിടുത്തെ ആളുടെ സൗണ്ട് കേട്ടിട്ടാണ് ഈ കുരക്കുന്ന കേട്ടോ. അയാൾ വിളിക്കുന്നുണ്ട് വന്നിട്ട് കൈതാ കേട്ടോ. കണ്ടോ, അതെന്താണ്? എന്താ പോലെ പുതിയ വാടകക്കാരായിട്ട് കൂട്ടായി കേട്ടോ. അയാൾ വിളിക്കുന്നു, നീ വന്ന് എനിക്ക് കൈതാ എന്ന് വിളിക്കുന്നു. ബുള്ളറ്റ് പോയെങ്കിലേ അവൻ കൂട്ടായി എല്ലാവരുടെ അടുത്ത്. ഇവിടെ ആണുങ്ങളായതുകൊണ്ട് എനിക്ക് അവരുടെ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ലേ. നിന്നെ വിളിച്ച കൈ തരാൻ പറഞ്ഞ ആ പുതിയ വാടകക്കാർ പറഞ്ഞ മോത്തി ബാ കൈതാന്ന് പറഞ്ഞ പൊന്നിനെ. അവിടെ വന്ന് നോക്കണം കേട്ടോ. ആ വന്നിരിക്കുന്നത് മോൻ എപ്പോഴെപ്പോഴും എല്ലാവരും മോൻ കഴിയുമ്പോൾ അവന് കഴുകി കൊടുക്കണം. വായുടെ അവിടെയൊക്കെ. ശരി, ബാ, മതി കഴിഞ്ഞ്. എപ്പോഴും മോൻ കഴിയുമോ? മുഖത്ത് വെള്ളം തൊടുവോ? ബാ. ഓ ചാടണ്. എവിടെ പോന്നാ? ദേ
നല്ല മഞ്ഞുണ്ട് കേട്ടോ, ഇപ്പോഴും നല്ല മഞ്ഞാണ് കേട്ടോ ഫ്രണ്ട്സ്. എവിടെയൊക്കെ സ്ട്രീറ്റ് പപ്പീസ് ഒച്ച വെക്കുന്നത്, അതാണ് ഈ നോക്കുന്നത്. അപ്പുറത്ത് ലേബേഴ്സൊക്കെ ഉണ്ട്. പിന്നെ പൂജ ചെയ്യണ്ടേ, നമുക്ക് പൂജ ചെയ്യാം. ചേട്ടനെ വിട്ട് ഡാഡിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും കൂടെ ടേബിളിൽ വച്ചിട്ട് പോവാം, എന്നിട്ട് നമുക്ക് പോയി പൂജ ചെയ്യാം ഏട്ടാ. രാവിലെ ഒന്നിനും പറ്റൂല ഫ്രണ്ട്സ്. അപ്പോൾ മോൻ പോകുന്നു, മോൻ്റെ ടിഫിൻ, മോൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് അവൻ കണ്ടില്ലേ ഇത്ര രാവിലെ പോകുന്നു ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് അതിരാവിലെ നമുക്ക് ചെയ്യാൻ പറ്റൂല കേട്ടോ, പൂജ ചെയ്യാൻ പറ്റൂല. പിന്നെ ഹസ്ബൻഡ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞാൻ ടേബിളിൽ അടച്ച് വെച്ചിട്ടൊക്കെ പോകുന്നത്. ഹസ്ബൻഡ് കഴിച്ച് പോകുന്നതൊന്നും ചില സമയം ഞാൻ കാണാറില്ല, ചില സമയം കാണും, അപ്പോൾ വീഡിയോ എടുക്കും കേട്ടോ. കണ്ടോ പൊട്ടി നോക്കുന്നത് കണ്ടു. ആരോ പടക്കം പൊട്ടിച്ചേ, എവിടെയോ പടക്കം പൊട്ടിച്ച്, അത് കേട്ടിട്ട് ഈ നിൽക്കുന്നത് കണ്ടോ. കണ്ടോ എവിടെ പോന്നാ സൗണ്ട്? ചേട്ടൻ്റെ പിറകെ നടന്നോ? എന്താ അങ്ങോട്ട് നോക്കിയിരിക്കണത്? അങ്ങോട്ട് നോക്കി, മറ്റേത് റോഡിലേക്കാണല്ലേ, ഇങ്ങോട്ടാണല്ലോ തല. ചേട്ടൻ്റെ പിറകെ നടക്കുന്നു. എന്നാ ടിഫിനെ എടുത്ത് നോക്ക്. ചേട്ടൻ്റെ പിറകെ നടക്കുന്ന കേട്ടോ, ഡെയിലി ഉള്ള പതിവായത്. ഒന്നും കൂടെ വേണേ റബ്ബർ ബാൻഡ് കൊണ്ടൊന്ന് ചുറ്റിക്ക്. എപ്പോഴും ടിഫിൻ സ്ട്രൈറ്റ് വെക്കണം. ശരി ചേട്ടൻ്റെ ടാറ്റ പറഞ്ഞിട്ട് വാ. ഓ ഓ ഓ ഓ കരുത്, പാൻറ്റിൽ വെച്ചാൽ കളവ് പോവും. ബാഗിൻ്റെ അകത്തേക്ക് വെക്ക് പേഴ്സ്. മൊബൈൽ സൂക്ഷിക്കണം. പേഴ്സ് പോക്കറ്റിടാതെ ബാഗിൻ്റെ അകത്ത് ഇടും. മൊബൈൽ എപ്പോഴും പാൻ്റെ പോക്കറ്റിട്ടാൽ പിടിച്ചുകൊണ്ടിരിക്കണേ. ലോക്കൽ ട്രെയിനാണ്. വണ്ടി സ്റ്റേഷനിൽ വെച്ചിട്ട്, സ്റ്റേഷൻ്റെ അവിടെ വെച്ചിട്ട് ലോക്ക് ചെയ്ത് വെക്കാൻ പാർക്ക് ചെയ്യാൻ സ്ഥലമുണ്ട്. എന്നിട്ട് ലോക്കൽ ട്രെയിനിലാണ് പോകുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഈ പറയുന്നത്. ലോക്കൽ ട്രെയിനിൽ പോകുമ്പോൾ എന്തല്ലോ പോക്കറ്റടി മൊബൈലൊക്കെ ഭയങ്കര കളവാണ് നടക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഈ പറഞ്ഞയക്കുന്നത്. ഇനി ഇച്ചിരി കെയർലെസ് ആണ്. പോയാ ചേട്ടൻ? ചേട്ടനിപ്പോൾ കുറേ ദിവസമായിട്ട് തിരക്കാണ്. ചേട്ടനിപ്പോൾ ഇച്ചിരി പുറത്ത് പോയുള്ള ഇതാണ്, ജോലിയാണ്. ഈ അടുത്ത് തന്നെയാണ് ഇത് സ്റ്റേഷൻ കേട്ടോ. അതുകൊണ്ടാണ് ഹെൽമെറ്റ് എടുക്കാതെ പോകണം. അവിടെ കൊണ്ടുവന്ന് വണ്ടി പാർക്ക് ചെയ്ത് വെച്ചിട്ട് ഇവിടെ നിന്ന് ട്രെയിൻ. ടാറ്റാ, പോയി വാ നമ്മുടെ പൊന്നു വാ, നമ്മുടെ പൊന്നാര വാ വന്നേ പോയാ. ഒരു വൈകുന്നേരം വരുമല്ലോ. വാടി വിഷമിക്കണ്ടടി, വൈകുന്നേരം വരുവടി. വാടി നമ്മുടെ പൊന്ന് വാ.